ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ഇംഗ്ലീഷിലെ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ദിൽനയുടെയും ഇസാക്കിൻ്റെയും സ്റ്റോറിയാണ്. ദിൽനയുടെ അമ്മ നിലത്ത് വീണ് കിടന്നപ്പോൾ അവിടെ എമർജൻസിയിലേക്ക് വിളിച്ച സ്റ്റോറിയൊക്കെയാണ്. ഒന്നാമത്തേത് ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. എന്താണ്, ദിൽനയ്ക്ക് ഫയർമാൻ ഒരു അവാർഡ് കൊടുത്തു. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അങ്ങനെ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. ഷീ റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അങ്ങനെ അവൾ അന്നത്തെ ദിവസം അവളുടെ ആ ഫീലിങ്സ്, അവൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ അവളുടെ ഡയറിയിൽ എഴുതുകയാണ്. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി? അപ്പോൾ എന്തായിരിക്കും അവളുടെ ഡയറി എൻട്രി എന്നാണ് നമ്മളിവിടെ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഡയറി 25 ജൂൺ 2025 മൺഡേ. ദെൻ ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ശരിക്കും ഞാൻ ഇന്ന് ഒരു ഹീറോ ആയിട്ട് മാറി. ദെൻ പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? എങ്ങനെയാണ് ഹീറോ ആയത്? ഐ സേവ്ഡ് മൈ മദർ ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഞാൻ എൻ്റെ അമ്മയെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും രക്ഷിച്ചു. ആക്ച്വലി ഐ വാസ് റിയലി വറീഡ്. ശരിക്കും ഞാൻ വളരെയധികം വറീഡ് ആയിരുന്നു. ബട്ട് ഐ വാണ്ട് ടു ഡു സംതിങ് ടു സേവ് മൈ മദർ. പക്ഷേ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. ദാറ്റ്സ് വൈ ഐ കോൾ ദ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ. അതുകൊണ്ടാണ് ഞാൻ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചത്. ഐ എം റിയലി ഹാപ്പി ടുഡേ. ഞാൻ ശരിക്കും ഇന്ന് സന്തോഷത്തിലാണ്. മൈ ബ്രദർ അപ്രീഷിയേറ്റഡ് മീ. എൻ്റെ ബ്രദർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഡെഫിനറ്റ്ലി ഐ ഗേവ് ദിസ് എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ ടു ഓൾ മൈ ഫ്രണ്ട്സ്. ശരിക്കും സത്യത്തിൽ ഞാൻ എന്താണ് ഈ ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ കൂടെ കൊടുക്കണം. ഓൾ ഓഫ് us വാണ്ട് ടു ബിക്കം ഹീറോസ്. എല്ലാവർക്കും ഹീറോ ആയിട്ട് മാറണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ദിൽന അന്നത്തെ ദിവസം ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ ഡയറി ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ്. കളക്ട് ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. നമ്മൾ താഴെയുള്ള സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് ഇവിടെ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ദിൽന ആൻഡ് ഇസാഖ് വെർ പ്ലേയിങ് ഇൻ ദ ലിവിംഗ് റൂം. ദിൽനയും ഇസാഖും ലിവിംഗ് റൂമിലായിരുന്നു കളിച്ചിരുന്നത്. ആണോ? അല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഫോൾസിന് നിറം കൊടുക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് അപ്പ് ഹെർ അപ്പ്. എന്താണ്, ഫയർമാന് നമ്മുടെ ദിൽനയുടെ അമ്മക്ക് കുറച്ച് വെള്ളം കൊടുത്തു അവർ എണീക്കാൻ വേണ്ടി. ശരിയാണല്ലേ? അപ്പോൾ അവിടെ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഏത് കൊടുക്കണം? ഗ്രീൻ കൊടുക്കണം. നെക്സ്റ്റ് വൺ, ദിൽന റിമെമ്പർ ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ദിൽന അവളുടെ അമ്മയുടെ കൂടെ കളിച്ചിട്ടുള്ള ഗെയിം അപ്പോൾ അവൾ ഓർത്തു. അമ്മയുടെ കൂടെ ആയിരുന്നോ? അല്ല, ഗ്രാൻഡ്മയുടെ കൂടെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്, ഫോൾസ് ആണ്. സോ റെഡ് കൊടുക്കുക. നെക്സ്റ്റ് വൺ, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് എൻ അവാർഡ്. ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി അവർ വിളിച്ചു. അത് ശരിയാണ്. അപ്പോൾ ഗ്രീൻ കൊടുക്കുക. ലാസ്റ്റ് വൺ, ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. അവളുടെ മുന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് അവൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്തത്. ശരിയാണോ? അല്ല, അവളുടെ അമ്മൂമ്മ പഠിപ്പിച്ചു കൊടുത്ത ഗെയിമിൻ്റെ ബേസിൽ മാത്രമായിരുന്നു. അപ്പോൾ അവിടെ ഫോൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ഇനി നമുക്ക് നോക്കാം. കറക്റ്റ് ദ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോൾ താഴെ നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ, ദിൽന ആൻഡ് ഇസാഖ് were playing in the backyard of the house. Okay. Second one, ദിൽന remembered the game she used to play with her grandmother. ഗ്രാൻഡ്മദറുമായിട്ട് കളിച്ച ഗെയിം അവൾ ഓർത്തെടുത്തു. തേർഡ് വൺ, ദിൽന overcame the emergency situation based on game when she played with grandma. ഗ്രാൻഡ്മയുമായിട്ട് കളിച്ചിട്ടുള്ള ആ ഒരു ഗെയിം അവൾ ആ സമയത്ത് ഓർത്തെടുത്തിട്ടാണ് അത് ഓവർകം ചെയ്തത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. താഴെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കണം. നോട്ടീസ്, ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. എന്താണ്, നമ്മുടെ ലിറ്റിൽ ഹീറോനെ ഹോണർ ചെയ്യാണ് ചെയ്യുന്നത്. GLPS ശ്രീപുരമാണ്. ഓക്കെ, സ്ഥലത്തിൻ്റെ പേരാണ്. ഓൺ 12th January 2025 at 2 PM വെനു സ്കൂൾ ഓഡിറ്റോറിയം. വെനു എന്ന് പറഞ്ഞാൽ വേദി. ഇത് നടക്കുന്ന വേദി എന്ന് പറയുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഏതോ ഒരു ചെറിയ കുട്ടിയെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ അല്ലേ? അപ്പോൾ അതിനുള്ള നോട്ടീസാണ്. ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ശ്രുതി, ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ഉജ്ജ്വല ബാല്യം അവാർഡ് ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേണിംഗ് ആപ്പ് ഉണ്ടാക്കിയ
നമ്മുടെ ശ്രുതി എന്ന കുട്ടിയുടെ ഉജ്ജ്വല ബാല്യം അവാർഡ് സ്വീകരിച്ച ആ ഒരു കുട്ടിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇവിടെ. The program will be inaugurated by the Honorable Minister of Education. അപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് വരണം. ശ്രീപുരം 1 ജാനുവരി 2025 ഹെഡ് മാസ്റ്റർ GLPS ശ്രീപുരം. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ നോട്ടീസ് അബൌട്ട്? ഇത് എന്തിനുള്ള നോട്ടീസാണ് കൂട്ടുകാരെ? ഹോണറി പ്രോഗ്രാം ടു ഹോണർ ശ്രുതി. ഓക്കെ, ശ്രുതിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്? ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ എന്നുള്ളതാണ് ഇതിൻ്റെ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം. വേർ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? ഇത് എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഇതിൻ്റെ വെന്യൂ എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയം. Then next question, when is the program going to be held? ഇത് എപ്പോഴാണ് നടക്കുന്നത്? 12th ജാനുവരി 2025 Who will inaugurate the program? ഈ പ്രോഗ്രാം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഹോണറി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പേജിൽ ദിൽന ബിക്കേം എ ഹീറോ. ദിൽന ഇപ്പോൾ ആരാണ്? ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് അല്ലേ. ഷീ വാസ് ഇൻവൈറ്റഡ് ടു ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് എൻ അവാർഡ്. അപ്പോൾ ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിലേക്ക് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി അവളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. വെന്യൂ കൊടുത്തിട്ടുണ്ട്. വെന്യൂ എന്ന് പറഞ്ഞാൽ വേദി എവിടെയാണ്? ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാളാണ്. ഡേറ്റ് 10th ജൂലൈ 2025 ആണ്. ടൈം 10 AM ആണ്. ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ നോട്ടീസ് എഴുതാൻ. നോട്ടീസ് എഴുതുമ്പോൾ അവിടെ ഹെഡിങ് നോട്ടീസ് എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് എന്താണ് ടൈറ്റിൽ? അവാർഡ് സെറിമണിയാണ് അല്ലേ. അപ്പോൾ അവാർഡ് സെറിമണി ഹോണർ അവർ സൂപ്പർ ഹീറോ ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാള് ഓൺ ജൂലൈ 2025 at 10 AM. Dear friends, we are happy to invite you to a special award ceremony to honor Dilna, the superhero who saved her mother's life by acting wisely and quickly during the emergency. എന്താണ്? സ്വന്തം അമ്മയെ ഒരു എമർജൻസി വന്നപ്പോൾ വളരെ പെട്ടെന്നും വളരെ ബുദ്ധിയോട് കൂടെ സേവ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് ദിൽന. അവളെ ഹോണർ ചെയ്യുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ദ ഹോണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. All are welcome to the program. ചെറുവപ്പാടി 2 June 2025 സ്റ്റേഷൻ ഓഫീസർ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നോട്ടീസ് എഴുതേണ്ടത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ദ ഫയർമാൻ ഹെൽപ്പ് ദിൽനാസ് മദർ വേക്കപ്പ്. എന്താണ്? ഫയർമാൻ വന്നിട്ട് ദിൽനയുടെ അമ്മയെ ഒക്കെ എണീപ്പിക്കാൻ വേണ്ടി സഹായിച്ചു അല്ലേ. ദിൽന വിഷ് ടു താങ്ക് ദം. അങ്ങനെ ദിൽന എന്ത് ചെയ്തു? അവരുടെ അടുത്ത് ഒരു താങ്ക് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഷീ മേഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. അങ്ങനെ അവൾ അഗെയിൻ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ദിൽനയും ആ ഒരു ലേഡി ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ വീണ്ടും ഒന്ന് അഭിനയിക്കണം. ദെൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ. അപ്പോൾ ഇവിടെ ദിൽനയും ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പാടി. അപ്പോൾ ദിൽന പറയാണ്, ഞാൻ ദിൽനയാണ്, ചെറുവപ്പാടിയിൽ നിന്ന് വിളിക്കുന്നു. ഓ ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന? ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ട്, എന്താണ് വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ദിൽന പറയുന്നത്? ഐ എം ഫൈൻ മാം, വാട്ട് അബൌട്ട് യു? എനിക്ക് സുഖമാണ്, എന്താണ് മാഡത്തിൻ്റെ വിശേഷം? ഡൂയിങ് ഗുഡ് ദിൽന, വൈ ഡു യു കോൾ അഗെയിൻ? നല്ല രീതിയിൽ പോകുന്നു, നീ എന്താണ് വീണ്ടും വിളിച്ചത്? ഐ വാണ്ട് ടു സേ എ ബിഗ് താങ്ക്സ് ടു യു ആൻഡ് യുവർ സബോർഡിനേറ്റ്സ്. എന്താണ്? ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് വിളിച്ചത്. വെൽക്കം ഡിയർ, ബട്ട് ദാറ്റ്സ് അവർ ഡ്യൂട്ടി ദിൽന. ഓക്കെ, പക്ഷേ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയാണ്. ഐ നോ മാം, എനിവേ യു സേവ്ഡ് മൈ മോം. അതെനിക്കറിയാം, പക്ഷേ എങ്കിലും നിങ്ങൾ എൻ്റെ അമ്മയെ രക്ഷിച്ചു. യു ആർ വെൽക്കം ദിൽന ബായ്. ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു കോൺവെർസേഷൻ നിങ്ങൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ്, ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻ, ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ്. ഇവിടെ എന്താണ്? കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് എമർജൻസി സിറ്റുവേഷൻസിൻ്റേതാണ്. ഫസ്റ്റ് വൺ നോക്കൂ, ഒരു ഫയർ എന്തോ സംതിങ് ആണ് അല്ലേ. അടുത്തത് ഒരു ആക്സിഡൻ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ സ്പോയിലാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി വെള്ളത്തിൽ വീണിരിക്കുകയാണ്. ഇതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ആണ്. വാട്ട് ആർ ദ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? നമ്മുടെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്.
റൈറ്റ് ദം ബിലോ. അപ്പോൾ അതൊക്കെ താഴെ എഴുതാനാണ്. എന്തൊക്കെയാണ്? ഹാർട്ട് അറ്റാക്ക് വരുന്നത്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നത്, ഹൗസ് ഓൺ ഫയർ എന്താണ് വീട്ടിൽ തീ പിടിക്കുന്നത്, ഹിറ്റ് ബൈ ഇലക്ട്രിസിറ്റി നമ്മുടെ കറണ്ട് ഷോക്ക് അടിക്കുന്നത്, സ്ട്രീറ്റ് ഡോഗ് അറ്റാക്ക് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തെരുവ് നായ പട്ടികളൊക്കെ കഴിക്കുന്നത്, അതുപോലെ ടെററിസ്റ്റ് അറ്റാക്ക്. ഇതൊക്കെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 6 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. എന്താണ്? ദിൽനയും ദിൽനയുടെ ബ്രദറും ബാക്ക് യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് ഓടി അത് ഓപ്പൺ ചെയ്തു. ഇവിടെ എന്താണ്? ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ, ദേ ആർ നെയിമിംഗ് വേർഡ്സ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ദിൽന, ബാക്ക് യാർഡ്, ഡോറ്. ഇതൊക്കെ നെയിമിംഗ് വേർഡ്സ് ആണെന്നാണ് പറയുന്നത്. നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസ്, അനിമൽസ് ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ആളുകളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ പേര്, അല്ലെങ്കിൽ തിങ്സ് ഒരു സാധനത്തിൻ്റെ പേരായിരിക്കാം. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. അപ്പോൾ കുറച്ചും കൂടെ നെയിമിംഗ് വേർഡ്സ് സ്റ്റോറിയിൽ നിന്നും കണ്ടെത്തി ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിൽന, ഇസാക്ക്, ഫോണ്, ഫ്ലോറ്, ഫയർ എൻജിൻ, ലിവിംഗ് റൂം, ഫയർമാൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നെയിമിംഗ് വേർഡ്സ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വേർഡിനെയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണ്, സിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വേർഡിനെയാണ് നമ്മൾ ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താണ് ചെയ്യുന്നത്? ദിൽന ഈസ് എന്താ ചെയ്യുന്നത്? സ്കിപ്പ് ഇൻ ദ റോപ്പ് ആണ് അല്ലേ? റോപ്പ് സ്കിപ്പ് ചെയ്യാണ്, സ്കിപ്പ് ഇൻ ദ റോപ്പ്. അല്ലെങ്കിൽ ദിൽന ഈസ് സ്കിപ്പിംഗ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ, ഇസാക്ക് ഈസ് ഡാഷ് ദ ട്രീ. ഇസാക്ക് എന്താ ചെയ്യുന്നത്? ക്ലൈംബിങ്, കെയർ ആണല്ലേ, ക്ലൈംബിങ് ദ ട്രീ. നെക്സ്റ്റ് വൺ, ദിൽന ഈസ് ഡാഷ് ദ ബുക്ക്. എന്താണ്? റീഡിങ് ദ ബുക്കാണ്. ദെൻ ദേ ആർ, അവരെന്താ ചെയ്യുന്നത്? റണ്ണിങ് ഫാസ്റ്റ്, അവർ നല്ല ഫാസ്റ്റിൽ ഓടുകയാണ്. ദെൻ ദേ ആർ ഡാഷ് ദ ടി വി. അവരെന്താ ചെയ്യുന്നത്? വാച്ചിങ് ദ ടി വി, അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഡാഷ് വിത്ത് ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സുമായിട്ട് പ്ലേയിങ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആക്ഷൻ വേർഡ്സ് ആണ് ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി നമ്പർ 8 ആണ്. ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾഡ്, അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടെ നമ്മൾ പഠിച്ച സ്റ്റോറി ആയിട്ടുള്ള ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള സ്റ്റോറിയിലെ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ജംബിൾഡ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതിയതാണ് വായിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദിൽനയും ബ്രദറും ലിറ്റിൽ ബ്രദറും കൂടെ ബാക്ക് യാർഡിൽ കളിക്കുകയായിരുന്നു. ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഇൻ ദ ടേബിൾ. അങ്ങനെയാണ് അവർ ടേബിളിൽ ഒരു ഫുൾ പ്ലേറ്റ് കുക്കീസ് ഇരിക്കുന്നതായിട്ട് കണ്ടത്. ദിൽന റഷ് ടു ഹെർ മദർ ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. എന്താണ്? ദിൽന അവളെ അമ്മയെ പോയിട്ട് ഒരു നല്ല രീതിയിൽ നല്ല ജെന്റിലായിട്ട് ഒന്ന് വിളിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് ആണ് കേട്ടോ. ഓക്കെ, ഡി ആണ് അവിടെ, ഡയൽഡ് 101 ഡി ആണ്. ദിൽന ഓടിപ്പോയിട്ട് ഫോണിൽ 101 എന്നുള്ള നമ്പർ ഡയൽ ചെയ്യുകയാണ്. 2 ഫയർമാൻ റഷ് ടു ദ ഹൗസ്. 2 ഫയർമാനും വന്നു. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമാൻ ആൻഡ് താങ്ക്ഡ് ദം. മദർ ഫയർമാനെ നോക്കിയിട്ട് ചിരിച്ച് താങ്ക്സ് പറയാണ്. 7th വൺ, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറി കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.